സാർ, ഒരു ചോദ്യമാണ്. കേരളം പൊതുവെ മതേതര സംസ്ഥാനമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം അപേക്ഷിച്ച് എന്നാണ് പറയപ്പെടുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം ഒരു അടിസ്ഥാനപരമായി ഒരു മതേതരത്വം പിന്തുടരുന്നുണ്ടോ? അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ, അതോ അവസരവാദ മതേതരത്വമാണോ? അവസരവാദ വർഗീയത ഉള്ളിലുണ്ടോ എന്നുള്ള ഒരു കാര്യം ഞാൻ അതിനൊരു എക്സാമ്പിളോട് ഞാൻ പറയാം. പൊതുവേ നമ്മളിപ്പോൾ പൊളിറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കാൻഡിഡേറ്റിനെയൊക്കെ നിർത്തുന്നത്. അതിൻ്റെ കാരണങ്ങളും കാരണം എന്തായിരിക്കും എന്ന് പറയാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഒരു മണ്ഡലം തന്നെയാണെങ്കിൽ പെരുമ്പാവൂരാണെങ്കിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 25-30 കൊല്ലമായിട്ട് അവിടെ ഒരു പ്രത്യേക ജാക്കോബിറ്റ് ഒരു സ്ഥാനാർത്ഥി നിന്നാൽ മാത്രമേ ജയിക്കുള്ളൂ. പക്ഷെ അവിടെ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം നോക്കി കഴിഞ്ഞാൽ 65% ഉണ്ട്. ബാക്കി മറ്റുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് സാറ് പ്രത്യേകമായിട്ട് എൻ്റെ ചോദ്യം മറ്റതാണ് കേട്ടോ. മതേതരത്വം എന്നുള്ള ഒരു അടിസ്ഥാനപരമായി മതേതരത്വം ഉൾക്കൊള്ളുന്ന സമൂഹമാണോ എന്നുള്ള അറിയാനാണ്. മതേതരത്വം കേരളത്തിൽ ഇല്ല. നമ്മൾ ഈ വാക്കുകളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ ആളുകൾ ഉദ്ദേശിക്കുന്ന മതസഹിഷ്ണുതയാണ്, റിലീജിയസ് ടോളറൻസ്. അത് കേരളത്തിൽ അതിന്റെ ഇൻഡെക്സ് കൂടുതലാണ്. വളരെ ടോളറൻസ് ഉള്ള ഒരു ജനവിഭാഗമാണ് കേരളത്തിൽ താമസിച്ചിരുന്നത്. ക്രിസ്ത്യാനികളിൽ ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പായിട്ട് പെന്തക്കോസ്തുകാർ വന്നപ്പം അവർ തീവ്ര നിലപാടുകൾ സ്വീകരിച്ചു. മറ്റൊരുത്തനും രക്ഷയില്ല, ഭിത്തിയിലൊക്കെ എഴുതി വെക്കുക. കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ അവരുടെ കൂടെ കൂടി വളരെ വിരോധം, വെറുപ്പും വിദ്വേഷവും ഒക്കെ നടത്തുന്ന ഹെയ്റ്റ് സ്പീച്ചുകളാണ് ഇവർ നടത്തുന്നത്. അപ്പോ മുസ്ലിങ്ങളുടെ ഇടയിൽ ദാവാ പ്രവർത്തകർ വന്നു. പരമ്പരാഗത മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി. പഴയ മുസ്ലിങ്ങൾ കച്ചവടമൊക്കെ നടത്തി 10 രൂപ ഉണ്ടാക്കി ജീവിക്കും, നിസ്കരിക്കും എന്നൊക്കെ ഉള്ള അല്ലാതെ ഇവരെ വന്നപ്പോഴേക്കും പർദ്ദയായി, ഹിജാബായി. പഴയ ചിത്രങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം കഥാപാത്രങ്ങളെയൊക്കെ കാണാം. അപ്പൊ വേർപാടായി, ഇടപെടലുകൾ കുറഞ്ഞു, മറ്റു മതവിശ്വാസികളുമായിട്ട് ഇടപഴകരുത്. പെന്തക്കോസ്തുകാർ വന്നപ്പോഴും വേർപാടായി, യാക്കോബായക്കാരുടെ കല്യാണത്തിന് പോകരുത്, മാമോദിസയ്ക്ക് പോകരുത്. അപ്പൊ ഉൾവലിയുന്ന ഗ്രൂപ്പുകൾ, ഈ 2 ഗ്രൂപ്പുകളും ഏറ്റവും അവസാനം ഹിന്ദുക്കൾ രംഗത്ത് വന്നേ. ഹിന്ദുക്കളുടെ ഇടയിൽ തീവ്രവാദ നിലപാടുള്ളവര്, ശശികല ടീച്ചറെ പോലെയൊക്കെയുള്ള തീ തുപ്പുന്ന പ്രസംഗകര്, വിഷം തുപ്പുന്ന പ്രസംഗകര് ഒക്കെ ഹിന്ദുക്കളുടെ ഇടയിലുമായി. അങ്ങനെ ഇപ്പോ ആ മതസഹിഷ്ണുത എന്നുള്ളത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക കേരളത്തിൽ. നേരത്തെ വളരെ മതസഹിഷ്ണുതയുള്ള സംസ്ഥാനമായിരുന്നു. ഇന്ന് ആ മതസഹിഷ്ണുത ഉണ്ടോ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. മതസഹിഷ്ണുത നിലനിന്നിരുന്ന ഒരു സംസ്ഥാനമാണ്. ഒരു സിംഹം കടന്നിട്ട് എഴുന്നേറ്റ് പോകുന്നിടത്ത് കുറെ മണിക്കൂറുകൾ കൂടെ ആ സിംഹത്തിന്റെ ചൂര് നിൽക്കും. നമ്മൾ എല്ലാം പറയാം കാട്ടില്ല, ഇവിടെ സിംഹം ഉണ്ടായിരുന്നു, ശരിയാ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ മതസഹിഷ്ണുത നിലനിന്നിരുന്നു. ഇന്ന് വളരെ സ്ഫോടനാത്മകമായ ഒരു സാമൂഹിക അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കമ്മ്യൂണൽ പോളറൈസേഷൻ അതിന്റെ എല്ലാ തലങ്ങളിലും കമ്മ്യൂണൽ പോളറൈസേഷൻ, വർഗീയ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുകയുന്ന സോഷ്യൽ ബോംബായിട്ടാണ് കേരളം ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ അങ്ങനെ സമാധാനമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. കേരളത്തിൽ ഈ പറഞ്ഞ 2 സംഗതി ഇല്ല. അതാണ് യാഥാർത്ഥ്യം, എന്റെ നിരീക്ഷണം കേട്ടോ.